ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങളിവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പിയില്ല. അപ്പോൾ ഇന്നില്ലേ അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് നാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെസിപ്പിയിലാണ് ഞാൻ പോയത്. പിന്നെ എന്തായാലും ടിഫിനക്ക് മക്കൾ പറഞ്ഞു നാൻ ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ മാവ് ഡോ ഇല്ലേ നാനൊക്കെയുള്ള ഡോ അത് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ആക്കിയിട്ടെല്ലാം വെച്ചതാ. ഇതിപ്പോൾ ദോശമാവ. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇപ്പോൾ നീർദോശ ഇല്ലേ അത് ഉണ്ടാക്കുന്നതാ. പിന്നെ ഇതാണ് കേട്ടോ ഡോ. ഇതിപ്പോൾ ഞാൻ 2.5 കപ്പ് മൈദക്ക് 2 ടേബിൾ സ്പൂണോളം ഈ വലിയ ഈസ്റ്റ് ഇല്ലേ റോൾഡ് ആയിട്ടുള്ള ഈസ്റ്റ് അതിട്ടിട്ട് ഞാൻ ഒന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചിട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ ഈ 2.5 കപ്പിൽ എനിക്ക് 5 ബോൾസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതെന്തായാലും ഒന്ന് പരത്താൻ പോവുക. ഞാൻ അതിലേക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കുക. എന്നിട്ടില്ലേ ഈ നാൻ ഉണ്ടാക്കുന്ന റോട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് നനക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക. എന്നിട്ട് ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് പരത്താൻ പോവുക. അതിനിടയിൽ ഇതാ ഞാൻ ദോശക്കുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് ഞാനിതിലേക്ക് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ദോശ ഇങ്ങനെ നല്ല നീർദോശ ആയിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുക. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ ഇത്. ഇതിൻ്റെ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതുതന്നെ ഞാൻ ഇന്നും കൂടി ഉണ്ടാക്കാൻ പോവുക. ഇങ്ങനെ ഇതാ തീയൊക്കെ ചൂടായിട്ടുണ്ട്. ഇത് ഒഴിച്ചെടുക്കുമ്പോൾ മാത്രമേ ഞാൻ തീ ഫാസ്റ്റ് ആക്കുന്നുള്ളൂ. പിന്നെ ഇത് ലോ ആക്കിയിട്ട് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഞാനിത് ചൂടാക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത്രത്തോളം ഒന്നും ക്രിസ്പി ആക്കണ്ടെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ ദോശ എടുത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇതാ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാട്ടോ ഞാൻ ചായ ഉണ്ടാക്കുന്നത്. കാരണം അപ്പുറത്തെ അടുപ്പിൽ എനിക്ക് എന്തായാലും നാനു കൂടി ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ചായയും നീർദോശയൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മെയിൻ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ടില്ലേ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു മൈദയുടെ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അധികം തിന്നുമല്ല അധികം തിക്കുമല്ല, ഒരു മീഡിയം സൈസിലൊന്ന് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ച ഉപ്പ് നീരില്ലേ ഉപ്പിൻ്റെ വെള്ളം അത് ഒരു സൈഡ് ഇങ്ങനെ നനയിച്ച് കൊടുക്കുക. കാരണം ഇത് തവയിലിട്ട പാടെ ഒന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ഞാനില്ലേ ഒരു റോട്ടിയുടെ തവയില്ല അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് തീ മീഡിയമിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം മീഡിയമിൽ വെക്കുക. എന്നിട്ട് ഇതിലേക്കില്ല ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിളാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നാനില്ലേ അതിനൊന്ന് ഇതിൽ മെല്ലെ പതിയെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നാൻ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത്. ഇനിയിപ്പോൾ കൈ ഉപ്പിൻ്റെ വെള്ളത്തിൽ നനഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നനവോട് കൂടി തന്നെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ചില്ലേ ഇങ്ങനെ മല്ലിയില ഇങ്ങനെ കട്ടാക്കിയിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യെല്ലാം ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റിംഗ് ഒക്കെ ആക്കുമ്പോഴാണ് നെയ്യ് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഇതാ ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുന്ന സമയത്ത് തീ ഫുൾ ഹൈയിൽ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ഒരു ഡോട്ട്സിൻ്റെ ആ ബ്ലാക്കിഷ് ഡോട്ട്സ് ഇല്ലേ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്താണ് ബബിൾസൊക്കെ വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും കൂടി കുറച്ചും കൂടി ഡോട്ട്സ് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും തീ ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. സൈഡൊക്കെ മൊത്തത്തിലങ്ങ് ഇങ്ങനൊരു ബ്ലാക്കിഷ് ആക്കിയിട്ട് എടുക്കാം. നല്ല രസമാണ് ഇത് കാണാനും കഴിക്കാനായിട്ടോ. ഇനി വീണ്ടും ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുമ്പോൾ തീ വീണ്ടും ലോയിലാക്കി വെച്ച് കൊടുക്കാം. ഒരു ഭാഗത്ത് തീ ലോയിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്കാവണം, മറ്റേ ഭാഗത്ത് തീ
ഹൈയിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കണം. എന്നിട്ടിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ആ സമയത്ത് ഇത് കുക്കായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ട്. നല്ല സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. പെട്ടെന്നൊന്നും ഇത് ഉണ്ടാവാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു 10 മിനിറ്റിൽ ഒരു നാനൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ഓയിലായിട്ട് അടിപൊളിയായിട്ടുള്ള നാനാണ്. എന്തായാലും എല്ലാവരും ഒന്നുകൂടി ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. ബൈ.